ശബരിമല കട്ടിളപ്പാളി കവർച്ചയിൽ കടകംപള്ളിയെ കുരുക്കിലാക്കി പത്മകുമാർ. ബോർഡിന് കൈമാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയെന്ന് മൊഴി. സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിന് നിർണായക പങ്കെന്ന് പ്രത്യേക അന്വേഷണ സംഘം. പോറ്റിയോടൊപ്പം ചേർന്ന് പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തൽ. 14 ദിവസത്തേക്ക് റിമാൻഡിലായ പത്മകുമാറിനായി പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം വകുപ്പ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കിലാക്കുന്ന മൊഴിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് ഉദ്യോഗസ്ഥർ ബോർഡിന് കൈമാറിയതെന്നാണ് പത്മകുമാറിന്റെ മൊഴി. സർക്കാർ അനുമതിയോടെയെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മൊഴിയിലുണ്ട്. അപേക്ഷയ്ക്കനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെടുത്തതെന്നും പത്മകുമാർ പറയുന്നു. അതേസമയം സ്വർണ്ണക്കവർച്ചയിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വർണ്ണക്കവർച്ചയിൽ നിന്നും കട്ടിളപ്പാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ചതിൽ നിന്നും പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നടന്ന പ്രദർശനങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാറും പങ്കെടുത്തതായും വ്യക്തമായിട്ടുണ്ട്. പോറ്റിയുമായി ആറന്മുളയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പത്മകുമാർ പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികളുടെ മൊഴിയും പത്മകുമാറിനെതിരാണ്. പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് കൂട്ടുപ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. ഫോൺ രേഖകളും സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളുമെല്ലാം മുൻനിർത്തിയുള്ള പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയും പത്മകുമാർ നൽകിയിട്ടില്ല. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിനെ അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. ജനം, തിരുവനന്തപുരം.